റിപ്പോർട്ട് ബ്രേക്കിംഗ്. ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗിന് സ്ലോട്ടുകൾ കിട്ടാതെ ഭക്തർ വലയുകയാണ്. മണ്ഡലപൂജ ദിവസങ്ങളിലെ മുഴുവൻ സ്ലോട്ടുകളും തീർന്നു. ഡിസംബർ 25 വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് അവസാനിച്ചിരിക്കുന്നു. മകരവിളക്ക് പൂജാ ദിവസങ്ങളിൽ 6 ദിവസത്തെ ബുക്കിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. സ്പോട്ട് ബുക്കിംഗ് ചുരുക്കി വെർച്വൽ ക്യൂ ബുക്കിംഗ് കൂട്ടണമെന്നാണ് ഭക്തർ ഉന്നയിക്കുന്ന ആവശ്യം. അർജുൻ, അപ്പോ ഭക്തർക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ ദർശനം ആഗ്രഹിച്ചെത്തുന്ന ഭക്തരെ നിരാശപ്പെടുത്താനും പാടില്ലല്ലോ. അപ്പോൾ ഈ വെർച്വൽ ബുക്കിംഗ് കൂട്ടണം, സ്പോട്ട് ബുക്കിംഗ് ചുരുക്കിയാൽ മതി എന്നുള്ള ഭക്തരുടെ ആവശ്യം അത് എത്രത്തോളം പരിഗണിക്കപ്പെടും? റോഷ്നി, പ്രധാനമായും വൃശ്ചികം 1 തുടങ്ങി ധനുമാസം 10-ാം തീയതി അവസാനിക്കുന്ന 41 ദിവസം നീളുന്ന മണ്ഡല പൂജാ മഹോത്സവത്തിനാണ് ഈ പറയുന്ന പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അതിനു പുറമെ മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ സമയത്ത് 6 ദിവസത്തെ സ്ലോട്ടുകൾ മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. ബാക്കി എല്ലാ ദിവസത്തെയും സ്ലോട്ടുകൾ ഇതിനകം തന്നെ, അതായത് ഒരു ദിവസം 70,000 എന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇത്രയും ദിവസത്തെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയാത്ത, വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും തന്നെ നിൽക്കുകയാണ്. അവർ വലിയ ആശങ്കയിലാണ്. നമ്മളെപ്പോലും പല അയ്യപ്പന്മാരും വിളിച്ച് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വെർച്വൽ ക്യൂ ഇതുവരെയും ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, എന്ത് ചെയ്യും? വരാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് ഈ മാസം 20-ാം തീയതിയാണ്, അല്ലെങ്കിൽ 25-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 20-ാം തീയതി വന്നു കഴിഞ്ഞാൽ കയറാൻ വേണ്ടി കഴിയുമോ? 5000 എന്നുള്ളതാണല്ലോ സ്പോട്ട് ബുക്കിംഗ് ലഭിക്കുമോ? തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആശങ്കകൾ അയ്യപ്പ ഭക്തന്മാർക്കുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് 20,000 ഘട്ടത്തിൽ അയ്യപ്പന്മാർക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. കാരണം അയ്യപ്പന്മാരെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നു 20,000 പേർ ആ കൂട്ടത്തിൽ ഒന്നായി തനിക്ക് മാറാൻ വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. അത് 5000-ആയി ചുരുങ്ങിയതോടുകൂടി തന്നെ അയ്യപ്പന്മാർക്ക് വലിയ പ്രയാസമായി. കാരണം 5000-ൽ പെട്ടില്ലെങ്കിൽ സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറേണ്ടി വരും. പക്ഷേ അതിനും ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിന്റെ അവലോകന യോഗത്തിൽ ഒരു തീരുമാനമുണ്ട്. അതാത് ദിവസത്തെ സാഹചര്യം അനുസരിച്ച് ദേവസ്വം ബോർഡ് കൃത്യമായ രീതിയിൽ ഈ 3-അംഗ സമിതി തീരുമാനമെടുക്കും. അതായത് ഇന്നിപ്പോൾ 5000 എന്നുള്ളതാണ് നിജപ്പെടുത്തിയ കണക്ക് എങ്കിൽ കൂടിയും ഒരുപാട് അയ്യപ്പൻ ഭക്തന്മാർ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സന്നിധാനത്ത് വലിയ തിരക്കില്ല, അല്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല എന്ന രീതിയിൽ ആ സമിതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ ശബരിമലയിലേക്ക് കയറ്റിവിടുന്നതിൽ പ്രയാസമുണ്ടാവില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത്. എന്തായാലും ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ വേണ്ടി കഴിയാത്ത അയ്യപ്പ ഭക്തന്മാർ നിരാശരാവേണ്ടതില്ല. അവർക്ക് ഈ പറയുന്ന നിലയ്ക്കലിലേക്ക് എത്തി സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിലേക്ക് എത്താം. പക്ഷേ ആ കാര്യം പറയുമ്പോൾ കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിജപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് സമയം ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തേക്ക് കാത്തിരിക്കുകയോ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ സംഭവവുമായി, അല്ലെങ്കിൽ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആശങ്ക. അതിൽ ദേവസ്വം ബോർഡ് പറയുന്ന ഒരു പരിഹാര മാർഗം അത് മാത്രമേ ഉള്ളൂ. കാരണം 70,000 എന്ന രീതിയിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഓരോ ദിവസവും വരുന്നത്. അതിന് പുറമെ ഒരുപാട് പേർ, അതായത് 90,000 എന്നുള്ളതാണ് ഒരു മാക്സിമം കപ്പാസിറ്റി ആയിട്ട് സന്നിധാനത്ത് കണക്കാക്കപ്പെടുന്നത്. അതിലും അധികം അയ്യപ്പ ഭക്തന്മാർ ഒരേ സമയം സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു ക്രൗഡ് മാനേജ്മെന്റ് പാളിച്ച, അല്ലെങ്കിൽ മൊത്തമായി പാളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വളരെ നിയന്ത്രിതമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ പോലീസിന്റെ നിയന്ത്രണ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക. വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്തായാലും മണ്ഡല തീർത്ഥാടനത്തിന്റെ സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ടുകൾ ഇതിനകം കഴിഞ്ഞു. മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ സ്പോട്ട് ബുക്കിംഗിൽ 6 ദിവസത്തെ സ്ലോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. പക്ഷേ അയ്യപ്പന്മാർ ആശങ്കപ്പെടേണ്ടതില്ല, ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് ഉറപ്പ് നൽകുന്നുണ്ട്. റോഷ്നി, ഓക്കെ. അപ്പോൾ അവലോകന യോഗത്തിന് ശേഷം ഉണ്ടായ തീരുമാനങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.